ഹേ ഫ്രണ്ട്സ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുത്തവരാണോ നിങ്ങൾ? എന്നിട്ട് നിങ്ങളുടെ മൈൻഡ് ഇതുപോലെ ബ്ലാങ്ക് ആയിട്ടാണുള്ളത്? ഞാനൊരു ഹെൽപ്പ് ചെയ്യാം, കുറച്ച് ടിപ്പ് പറഞ്ഞുതരാം. ഫസ്റ്റ് ടിപ്പ് ഈസ്, നിങ്ങളുടെ മടി നിങ്ങൾ മാറ്റി വെക്കുക. പുറകിൽ നിന്ന് ആരും തള്ളാനില്ലാത്തത് കൊണ്ട്, മിസ്സ് ടീച്ചേഴ്സ് ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ടിപ്പ് നമ്പർ 2, നിങ്ങളുടെ സ്റ്റഡീൻ്റെ കണക്ഷൻ നിലനിർത്തുക. അതായത് ഡെയിലി ഒരു ചാപ്റ്ററെങ്കിലും വായിച്ചെങ്കിലും നോക്കുക. ടിപ്പ് നമ്പർ 3, ആ വായിച്ച കാര്യങ്ങൾ ഷോർട്ട് നോട്ടായിട്ട് എഴുതുക. നമ്മൾക്ക് എന്താണോ മനസ്സിലായത് അത് എഴുതുക, ഷോർട്ട് നോട്ടായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. ടിപ്പ് നമ്പർ 4, നമ്മൾ ചിലർക്ക് ക്ലാസ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉണ്ടാവും. ആ ക്ലാസ്സിന് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. ടിപ്പ് നമ്പർ 5, നിങ്ങൾക്ക് കിട്ടുന്ന അസൈൻമെൻറ്റ് നേരത്തെ കാലത്ത് എഴുതി വൃത്തിയിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ടിപ്പ് നമ്പർ 6, സ്ട്രെസ്സ് ഒഴിവാക്കുക. ബിക്കോസ് നമ്മൾ എക്സാമിൻ്റെ തലേന്നൊക്കെ പഠിക്കുകയാണെങ്കിൽ, ഒരുപാട് സ്ട്രെസ്സോടുകൂടി പഠിക്കുകയാണെങ്കിൽ ഒന്നിക്ക് നമുക്ക് ജയിക്കേണ്ട മാർക്ക് മാത്രമേ സ്കോർ ചെയ്യാൻ പറ്റൂ. ഇതിനു മുൻപേ ഡെയിലി കുറച്ച് കാര്യങ്ങൾ വായിച്ച് ഷോർട്ട് നോട്ട് തയ്യാറാക്കിയാൽ എക്സാമിൻ്റെ തലേന്ന് വായിച്ചാലെങ്കിലും മതിയാവും. അത്രയും സ്ട്രെസ്സ് നമുക്ക് ഒഴിവായി കിട്ടും. ബിക്കോസ് നമ്മളെ ബാക്കിൽ നിന്ന് തള്ളാൻ ടീച്ചേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് പറഞ്ഞ ഓർമ്മ പോയിട്ട് ഒന്നും ഉണ്ടാവില്ല നമ്മൾ. ബിക്കോസ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ആദ്യമായിട്ട് കാണുന്ന സിലബസ് പോലെ നമുക്ക് തോന്നും, ഒന്നും മനസ്സിലാവില്ല. സോ കുറച്ച് ടൈമെങ്കിലും എടുത്ത് കുറച്ച് ഷോർട്ട് നോട്ടെങ്കിലും തയ്യാറാക്കി വെക്കുക. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ് എടുത്ത് പഠിക്കാതിരിക്കുക എന്നുള്ളത് മെയിൻ കാര്യമാണ്. എൻജോയ് ചെയ്ത് പഠിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.